നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. അവസാനത്തെ നാല് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയൈ, സെമി കണ്ടക്ടേഴ്സ്. ഇതിൽ നിന്ന് 4 ചാപ്റ്ററിലും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എസ് ആയിട്ട് ഒരു എസ് ഉള്ളൂ. റെക്ടിഫയർ, ഹാഫ് എ റെക്ടിഫയറും ഫുൾ എ റെക്ടിഫയറും, ബാക്കി എല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഡ്യുവൽ നേച്ചറിനകത്തുനിന്ന് വർക്ക് ഫംഗ്ഷൻ അത് മെഷർ ചെയ്യുന്ന ഇലക്ട്രോൺ വോൾട്ട്, മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ അതിനകത്ത് തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, സെക്കൻഡറി എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അല്ലാതാണ്. ഗ്രാഫ് കട്ട് ഓഫ് പൊട്ടൻഷ്യലിൻ്റെയും സാച്ചുറേഷൻ കറണ്ടിൻ്റെയും ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ ഒക്കെ ഗ്രാഫ്, ത്രഷോൾഡ് ഫ്രീക്വൻസി ഒക്കെ എന്തോന്ന് പഠിച്ചുകൊണ്ട് പോകണം. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, എക്സ്പ്രഷൻ ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. കെമിസ്ട്രി പഠിക്കുന്നതാണെങ്കിൽ ഫിസിക്സിലും പഠിച്ചുകൊണ്ട് പോകണം. ഇത്രയും ഡ്യുവൽ നേച്ചറിനകത്ത് പഠിച്ചുകൊണ്ട് പോകണം. മാക്സിമം ഒരു 5-6 മാർക്ക് പ്രതീക്ഷിക്കാം. ആറ്റംസ്, ന്യൂക്ലിയൈഡ് ഒരുമിച്ചൊക്കെ പറയുമ്പോഴാണ് മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി, അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ ഗ്രാഫ്, പിന്നെ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഹാഫ് ലൈഫ് പീരീഡ്, മീൻ ലൈഫ്, ഹാഫ് ലൈഫ് പീരീഡിനുള്ള ഇക്വേഷൻ ടി ഹാഫ് ഫിസിക്കൽ 0.693/λ, റുദർഫോർഡ് ആറ്റം മോഡൽ, ബോറിൻ്റെ ആറ്റം മോഡൽ, 3 പോസ്റ്റുലേറ്റ്, അതിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് വെച്ച് ഡി ബ്രോഗ്ലി പ്രൂവ് ചെയ്യുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയണൈസേഷൻ എനർജി, എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, റേഡിയോ ആക്ടിവിറ്റി, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് 2 റുദർഫോർഡും ക്യൂറി. പിന്നെ ഇമ്പാക്റ്റ് പാരാമീറ്റർ, കൊനസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരാണെങ്കിൽ ഇമ്പാക്റ്റ് പാരാമീറ്റർ ഓർത്ത് വെച്ചാണ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നമ്മുടെ നോട്ടിനകത്ത് കിടപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്, അതുകൂടെ നോക്കിക്കണം. ഓക്കെ, സെമി കണ്ടക്ടറിലോട്ട് ആദ്യം എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ്, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. സെമി കണ്ടക്ടർ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെമി കണ്ടക്ടർ ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, വൈ, അത് നോക്കിക്കൊണ്ട് പോകണം. പിന്നെ ബയാസിങ്, ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഡോപ്പിംഗ്, വാട്ട് ഈസ് മീൻ ബൈ ഡോപ്പിംഗ്? ദി പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ, എൻ ടൈപ്പ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ, അതെല്ലാം നോക്കിക്കൊള്ളുക. പിന്നെ റെക്ടിഫയർ പ്രിൻസിപ്പിൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഹാഫ് എ റെക്ടിഫയർ, ഫുൾ എ റെക്ടിഫയർ, അതിൻ്റെ പടം വരച്ച് പഠിക്കണം. പിന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഗ്രാഫ്, ഇത്രയും പഠിക്കുക. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ, എളുപ്പം പഠിച്ചെടുക്കാം. ആകെ ഒരു എസ്സേ റെക്ടിഫയർ മാത്രം നോക്കിക്കൊണ്ട് പോകണം. മസ്റ്റ് വാച്ച് ആൻഡ് സ്റ്റഡി വെൽ. നന്നായിട്ട് പഠിക്കാനായിട്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെവർ എവർ ഗിവ് അപ്പ്.